ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്ത് പവിത്രമാക്കിയ പുണ്യ സങ്കേതമാണ് അരുവിപ്പുറം ക്ഷേത്രവും മഠവും. ഈ മഠത്തിൽ നമ്മൾ ഏപ്രിൽ 16, 17, 18 തീയതികളിൽ മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ഒരു മൗന വ്രത ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിഷു കഴിഞ്ഞിട്ടാണ് നമ്മളത് ക്യാമ്പ് നടത്തുന്നത്. ഗുരുവിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഗുരു പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഉപരിപഠനവും കഴിഞ്ഞതിന് ശേഷം ഗുരു നേരെ പോയത് മരുത്വാമലയിലേക്കാണ്. ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സാധന നിരന്തരമായി ഗുരു തുടരുന്നുണ്ടായിരുന്നു. വാരണപ്പള്ളിയിലൊക്കെ പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണ ദർശനമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ആ ഉപനിഷദുക്തി രഹസ്യം അറിയുന്നതിന് വേണ്ടിയാണ് ഗുരു മരുത്വാമലയിലേക്ക് പോകുന്നത്. മരുത്വാമലയിലെ പിള്ളത്തടത്തിൽ എത്രയോ വർഷത്തെ വളരെ ആഴത്തിലുള്ള ധ്യാനത്തിൽ നിന്നും ഗുരു സാക്ഷാത്കാരം നേടുകയും ആ നേടിയ അനുഭവത്തെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഗുരു കൊടുത്ത സങ്കേതമാണ് അരുവിപ്പുറം മഠം. അങ്ങനെ ആ ഒരു ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ഒരു വേദിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൗന വ്രത ക്യാമ്പ്. അതിവിടെ അതിന് പറ്റിയ ഒരു സങ്കേതവും കൂടിയാണ്. കാരണം അരുവിപ്പുറത്തെ നെയ്യാറും അതേപോലെ തന്നെ നെയ്യാറിൻ്റെ തീരത്തുള്ള ഗുഹയും കൊടിതൂക്കി മലയിലെ ഗുഹയുമൊക്കെ സാധന താല്പര്യമുള്ള, ജപിക്കുകയും ധ്യാനിക്കുകയും അതുപോലെ യോഗയും പ്രാണായാമവും ഒക്കെ പരിശീലിപ്പിക്കുവാനും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുവാനും ഒക്കെയുള്ള ഒരു പുണ്യ സങ്കേതമാണ്. അതിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളായി ഇവിടെ മൗന വ്രത ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെയാണോ ഗുരുവിൻ്റെ ആ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഗുരു സഞ്ചരിച്ച വഴിയിലൂടെ സാധനാപരമായിട്ട് ഒരു യാത്ര ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളത്, അങ്ങനെയുള്ള എല്ലാവർക്കും ഈ പഠന ക്യാമ്പിൽ 3 ദിവസമാണ്. ആ 3 ദിവസം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, മൗനമാണ്, പരിപൂർണമായിട്ടുള്ള മൗനം. അവനവനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 ദിവസം ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി അവൻ്റെ മനസ്സിൽ വരുന്ന പ്രശ്നങ്ങളെ അതിനെയൊക്കെ കണ്ട് അതിനെ അതിജീവിക്കുക. അപ്പോൾ അതിന് വേണ്ടുന്ന ശക്തി പകരാൻ വേണ്ടിയിട്ട് എന്തിനാണ് ജപിക്കേണ്ടത്, എന്തിനാണ് ധ്യാനിക്കേണ്ടത്, അതെല്ലാം ഇവിടെ അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ അതിനോട് ചേർന്ന് നമ്മൾ ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയും കൂടി പഠിക്കും. കൂടാതെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പലപ്പോഴും പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. മനസ്സിൻ്റെ ചില താളം തെറ്റലുകളൊക്കെ സംഭവിക്കുന്ന അവിടെയാണ്. ഇപ്പോൾ സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതി, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഭക്ഷണ രീതി, അതേപോലെ നമ്മുടെ പ്രാണനെ ഉണർത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള ഹെർബൽ ജ്യൂസുകൾ, അങ്ങനെ വേവിക്കാത്ത ഭക്ഷണവും
അതേപോലെ തന്നെ ഫ്രൂട്ട്സും, ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള വ്യക്തികൾ അരിയപ്പുറം മഠവുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ആ ഒരു കോഴ്സിൽ നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള ആളുകളെയാണ് സംഘടിപ്പിക്കുന്നത്. കാരണം മറ്റുള്ളതുപോലെയുള്ള വർത്തമാനങ്ങളോ മറ്റു കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനൊരു ട്രെയിനിങ് കൊടുക്കുന്നത്. താല്പര്യമുള്ള വ്യക്തികൾ മഠവുമായിട്ട്, അരിയപ്പുറം ക്ഷേത്രവും മഠവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഉള്ളൊരു അറിയിപ്പ് കൂടിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ തപോഭൂമിയിലേക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം.